എം.എ. ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ പി.ബിയിൽ ധാരണ. പി.ബിയിൽ ബംഗാൾ ഘടകവും അശോക് ദാവ്ളയും ബേബിയെ എതിർത്തു. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാകും. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പി.ബിയിൽ നിന്നൊഴിയും. പ്രായപരിധിയിലെ ഇളവ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം നൽകാനാണ് ധാരണ. ദീപക് ധർമ്മടം മധുരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, എം.എ. ബേബി ജനറൽ സെക്രട്ടറിയാകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് സാധ്യതയേറുന്നു. അശോക് ദാവ്ളയെ പിന്തുണയ്ക്കുന്നുണ്ട് ബംഗാൾ ഘടകം, പക്ഷേ കേരള ഘടകം അതിന് പിന്തുണ നൽകുന്നില്ല. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ, സൂചനകൾ? മുഖ്യമന്ത്രിയെ കൂടാതെ, പിണറായി വിജയനെ കൂടാതെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്ന് ഉത്തരമാകാൻ പോകുന്നു. നിർണായകമായ ദിനമാണിന്ന്. വിശദാംശങ്ങൾ, പുതിയ വിവരങ്ങൾ ദീപക് ധർമ്മടം. വെരി ഗുഡ് മോർണിംഗ് റീജിത്ത്. ഇന്നലെ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട പി.ബി യോഗം. ആ പി.ബി യോഗത്തിൽ ചില ധാരണയിലെത്തിയിരിക്കുന്നു. ആ ധാരണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നുള്ള എം.എ. ബേബിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാൻ വേണ്ടി CC-യിലേക്ക് പ്രപ്പോസൽ വയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് 9:30 മണിക്കാണ് CC യോഗം ചേരുന്നത്. ആ CC യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായി, അതായത് പ്രകാശ് കാരാട്ട് പി.ബി കോർഡിനേറ്റർ എന്നുള്ള സ്ഥാനത്ത് ഒഴിയുന്നു. ആ നിലയിൽ ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ വയ്ക്കുന്നത് പ്രകാശ് കാരാട്ടിനെ ചുമതലപ്പെടുത്തുന്ന ഒരു ചർച്ചയാണ് നടന്നത്. ആ ചർച്ച വളരെ നീണ്ടിരുന്നു. പക്ഷേ അതിൽ പ്രതികൂലമായും അനുകൂലമായുള്ള ചർച്ചകൾ നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ EMSന് ശേഷം ആദ്യമായി ഒരു ജനറൽ സെക്രട്ടറി വരാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം 7 പി.ബി മെമ്പർമാർ പി.ബിയിൽ നിന്ന് ഒഴിയാനുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ CC-യിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഒഴിയുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ചിലർക്കെങ്കിലും ഇളവ് നൽകണം എന്ന തീരുമാനം വന്നാൽ സ്വാഭാവികമായും 1-2 പേർക്ക് എക്സംഷൻ കൊടുക്കും. പക്ഷേ ഇന്നലത്തെ പി.ബിയിലെ തീരുമാനം 75 പിന്നിട്ട ആരെയും, അതായത് 74 കഴിഞ്ഞ് 75ലേക്ക് എത്തിയ ആൾക്കാർക്ക് പോലും എക്സംഷൻ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അങ്ങനെ ഒരു വലിയ നിര തന്നെ പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നും ഈ പി.ബിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് എക്സംഷൻ നൽകാനുള്ള തീരുമാനവും പി.ബിയിൽ ധാരണയായിരിക്കുന്നു. ഇതിനെല്ലാം അംഗീകാരം നൽകേണ്ടത് CC ആണ് എന്നുള്ളതാണ്. മാത്രവുമല്ല ഈ CC-യിൽ ചിലപ്പോൾ ഈ കാര്യത്തിൽ വിയോജനം വന്നു കഴിഞ്ഞാൽ വോട്ടെടുപ്പിലേക്ക് പോകും. പക്ഷേ അങ്ങനെ അല്ലാതെ പാർട്ടിയിൽ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനങ്ങൾ വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഏകകണ്ഠമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത്തരത്തിലെ തീരുമാനം എടുക്കണമെന്നുള്ള ധാരണയിലാണ് ഇന്നലെ പി.ബി പിരിഞ്ഞത്. ഇന്നലെ പി.ബി ഏതാണ്ട് 8 മണിക്ക് തുടങ്ങി 11:30 വരെ നീളുന്നൊരവസ്ഥ, 2.5 മണിക്കൂറോളം 3 മണിക്കൂറോളം നീളുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യം നീളാൻ പോലും കാരണം പല വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്നതിൽ വിശദമായ ചർച്ചയുണ്ടായി എന്നുള്ളതാണ്. കേരള ഘടകം ബേബിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനും M.V. ഗോവിന്ദൻ മാസ്റ്ററും A. വിജയരാഘവനും ബേബി ജനറൽ സെക്രട്ടറിയായി വരുന്നത് ഗുണം ചെയ്യുമെന്ന് ചർച്ചയിൽ പി.ബിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ബേബിക്ക് കാര്യങ്ങൾ എളുപ്പമാകും. മറ്റൊരു സാധ്യത അശോക് ദാവ്ളയാണ് മറ്റൊരു പേരായി ഉള്ളത്. അശോക് ദാവ്ള അത്തരത്തിൽ വർഗ്ഗസമരത്തിലൂടെ വന്ന ഒരു നേതാവ് എന്നുള്ള ഡോക്ടറാണ്. അത്തരമൊരു പരിഗണനയിൽ ബംഗാൾ ഘടകം ചിലപ്പോൾ CC-യിലും ഈ പേര് മുന്നോട്ട് വെച്ചേക്കാം. പക്ഷേ ബേബിക്കാണ് സാധ്യത കൂടുതൽ. ബേബി CPIM-നെ നയിക്കും. ബേബി CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. കെ ശൈലജയ്ക്ക് പി.ബിയിൽ എത്താനുള്ള സാധ്യത മങ്ങുന്നു എന്ന തരത്തിലുള്ള സൂചനകളുമൊക്കെ പുറത്തു വരുന്നു. ഒരുപക്ഷേ P.K. ശ്രീമതിക്ക് ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ദീപക് ധർമ്മടം? മറ്റാർക്കും തന്നെ ഇളവ് നൽകില്ല എന്നുള്ളതാണ്. അതായത് പി.ബിയിലേക്ക് വരാൻ വേണ്ടി ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് CPM-ൻ്റെ സംഘടനാ തലത്തിലുള്ള തീരുമാനം. കാരണം ഇത്തരമൊരു തീരുമാനം എടുക്കാൻ കാരണം സംഘടനയിൽ ഒരു തീരുമാനം പല ആൾക്കാർക്ക്, അതായത് മുഖ്യമന്ത്രി ആയിരിക്കെ പിണറായി വിജയൻ ഇളവ് നൽകുക എന്നതൊഴിച്ച് മറ്റുള്ളവർക്ക് ഇളവ് നൽകിക്കഴിഞ്ഞാൽ അത് പി.ബിയിൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും, നേതൃതലത്തിൽ പ്രശ്നങ്ങൾ ഇടയാക്കും എന്നുള്ളതാണ്. കെ ശൈലജയുടെ കാര്യത്തിൽ നമുക്കറിയാൻ സാധിച്ചത് 2 വനിതാ പി.ബി മെമ്പർമാർ വരുമ്പോൾ അത് വാസുകി, അതുപോലെ തന്നെ മറിയം ധവള, മറ്റൊന്ന് മറിയം ധവളയും അതുപോലെ ഹേമമാലിനിയും, CIT-യുടെ പ്രസിഡന്റ് ഹേമമാലിനി, ഈ 3 പേർക്ക് ആണ് സാധ്യതയുള്ളത്. ഇതിൽ 2 പേരെ തമിഴ്നാട്ടിൽ നിന്നും രാമകൃഷ്ണ പി.ബിയിൽ നിന്നും പ്രായപരിധിയിൽ ഒഴിയുമ്പോൾ വാസുകിയെ വനിതാ നേതാവ് എന്നുള്ള നിലയിൽ, വാസുകി വളരെ കൃത്യമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തിയ ഒരു നേതാവ് എന്നുള്ള നിലയിൽ വാസുകിയായിരിക്കും വനിതാ നേതാവ് എന്നുള്ള നിലയിൽ പി.ബിയിലെത്താനുള്ള സാധ്യത കൂടുതൽ. മറ്റൊന്ന് ഈ നോർത്ത് ഇന്ത്യൻ ഘടകത്തിൽ നിന്നും മറിയം ധവളയുടെയും ഹേമമാലിനിയുടെയും പേര്, 2 പേരുടെ പേര് കൂടി പി.ബിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നേതാക്കൾ മോർണിംഗ് വാക്കിലാണ്. ഈ മോർണിംഗ് വാക്കിനിടയിൽ നമുക്കൊന്ന് ചോദിക്കാം, ഹൗ ദ പാർട്ടി കോൺഗ്രസ് ഈസ് ഫിനിഷിംഗ്? It is going on very good. When the new General Secretary will elect? Well, new party congress has to elect new central committee, and this is a task of the central committee to elect. The 7 PB members are leaving. It is a crisis for the leadership. No.
Communist Party has a collective leadership, so there is no crisis in that. താങ്ക് യു. അതായത് 7 PB മെമ്പർമാർ ഒഴിയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല, പ്രതിസന്ധി ഉണ്ടാകില്ല. കൂട്ടായ്മയുടെ നേതൃത്വമാണ് CPIM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. റീജിത്ത്. ശരി, ദീപക് ധർമ്മടം മധുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത ഏറുകയാണ്. PB-യിൽ അത് സംബന്ധിച്ച ധാരണയാകുന്നു. ബംഗാൾ ഘടകം അശോക് ദാവ്ളയുടെ പേര് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും പക്ഷേ കേരള ഘടകം MA ബേബിയെ പിന്തുണയ്ക്കുകയാണ്. സ്വാഭാവികമായും MA ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ PB-യിൽ നിന്ന് ഒഴിയാൻ പോകുന്നു. പ്രായപരിധിയിലെ ഇളവ് പിണറായി വിജയന് മാത്രം മതി എന്ന നിലപാടിലാണ് നേതൃത്വം ഇപ്പോൾ നിൽക്കുന്നത്. ദീപക് ധർമ്മടം മധുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.